അസ്സലാമു അലൈക്കും. പ്രോനൗൺ സർഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നാണ്. കാരണം പല നിയമങ്ങളും 10 സെൻറ്റൻസിൽ ഒന്നൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവാം. എന്നാൽ പ്രോനൗൺ ലമീർ സർവനാമം എന്നുള്ളത് ഏകദേശം എല്ലാ സെൻറ്റൻസിലും വരാൻ ചാൻസ് ഉള്ള സംഗതിയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പം റഷീദ് സാഹിബ് ഇന്നലെ വന്നു, ഇനി അദ്ദേഹത്തെ പറ്റി ഇനി റഷീദ് സാഹിബ് ഇവിടെ ഇരുന്നു, റഷീദ് സാഹിബ് ഭക്ഷണം കഴിച്ചു, റഷീദ് സാഹിബ് നിസ്കരിച്ചു എന്ന് നമ്മൾ ആവർത്തിച്ചാൽ ബോറാണ്. അദ്ദേഹം വന്നു, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ പോയി. അപ്പോൾ ഇനി ഫുള്ള് ഞങ്ങൾ, അവർ, അദ്ദേഹം എന്നാ പറയാം. പേര് ഒരു പ്രാവശ്യം മിക്കവാറും പറയുള്ളൂ. പ്രോനൗൺ ലമീർ നന്നായിട്ട് പഠിക്കണം. ലമീർ പഠിക്കാൻ എന്തൊക്കെ വേണം? നമ്മൾ മലയാളത്തെ പറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ അവൻ, അവനെ, അവൻ്റെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അവൻ വന്നു, ഞാൻ അവനെ കണ്ടു, അവൻ്റെ കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അവൻ, അവനെ, അവൻ്റെ. ഇംഗ്ലീഷിൽ നോക്കിയാൽ ഹീ, ഹിം, ഐ മെറ്റ് ഹിം, ഹീ കെയിം ഹിയർ, ഹിസ് കാർ, ഇതൊക്കെ ഉണ്ട്. ഇതേപോലെ അറബിയിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ രണ്ടാക്കി തിരിക്കണം. സബ്ജക്റ്റ് പ്രൊനൗൺ അവൻ, അവൾ എന്നെങ്ങനെ പറയും. രണ്ടാമത്തേത് ഒബ്ജക്റ്റ് പ്രൊനൗൺ അവനെ എന്നെങ്ങനെ പറയും. ഒബ്ജക്റ്റ് പ്രൊനൗൺ എങ്ങനെ പറയും. അപ്പോൾ ഇതിൽ സർഫുണ്ടല്ലോ, ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ പൂർത്തിയാക്കുന്ന ഒരു വാക്കിൻ്റെ പല രൂപങ്ങൾ. അപ്പം ഫഅല, ഫഅല, ഫഅലു, അവൻ വന്നു, അവൾ വന്നു. ഇതിൽ തന്നെ അവൻ, അവൾ എന്നുള്ളതുണ്ട്. അപ്പം പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും പഠിച്ചപ്പോൾ തന്നെ നമ്മൾ സബ്ജക്റ്റ് പ്രൊനൗൺ പഠിച്ചു കഴിഞ്ഞു. ഇനി സബ്ജക്റ്റ് പ്രൊനൗൺ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട്, കാരണം ബാക്കി ഭാഷകളില്ലാത്തൊരു സാധനമാണ്. വാക്കിനോടൊപ്പം തന്നെ, ക്രിയനോടൊപ്പം തന്നെ ഡിറ്റാച്ച്ഡ് ആണ്. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഹി അല്ലെങ്കിൽ ഷീ, ദൈ, ഐ എല്ലാത്തിനും കെയിം അല്ലെങ്കിൽ വെൻറ്റ് എന്നാ പറയാം. എന്നാൽ അറബിയിൽ ആ വാക്കിൻ്റെ അക്ഷരത്തിന് തന്നെ, അതിൻ്റെ അക്ഷരങ്ങൾ തന്നെ ആരാ വന്നതെന്നൊക്കെ തിരിയും. ദഹബ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേര് പോയി നടത്താം, ദഹബു എന്ന് പറഞ്ഞാൽ അവർ കുറേ പേര് പോയി നടത്താം. അപ്പം അവർ രണ്ടുപേര്, അവർ കുറേ പേർ, അവൾ ഒരു സ്ത്രീ, അവർ കുറേ സ്ത്രീകൾ എന്നൊക്കെ ഉള്ളത് ഒരു വാക്ക് ചേർക്കാതെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പം ഒന്ന് ഫിയലിൻ്റെ മുകളിൽ അറ്റാച്ച്ഡ് ആയിട്ട് പ്രൊനൗൺ വരുന്നതാണ് സബ്ജക്റ്റ് പ്രൊനൗണിൽ സാധാരണ സംഭവിക്കാം. അപ്പോൾ അത് പാസ്റ്റും പ്രസൻറ്റും പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞു. ഇനി അതിനെ ഡിറ്റാച്ച് ആയിട്ട് വരുന്നതോ ഹുവ ഹുമ ഹും, ഹിയ ഹുമ ഹുന്ന, അന്ത അന്തുമ അന്തും, അന്തി അന്തുമ അന്തുന്ന. ഇതാണ് ഡിറ്റാച്ച്ഡ് സബ്ജക്റ്റ് പ്രൊനൗൺ. ലമീർ, ഫാഇൽ, മുൻഫസിൽ. പ്രത്യേക ആ ലമീർ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്, ആ പ്രൊനൗൺ നമ്മൾ ഫിഅൽ എന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് നമുക്ക് വലിയ ഉപയോഗമില്ല, നമുക്ക് വളരെ അപൂർവമായിട്ട് ഇത് ഉപയോഗം വരുന്നുള്ളൂ. പലപ്പോഴും ഇപ്പം ദഹബ അവൻ പോയി, ദഹബ ഹുവ വ അഹൂഹു അവനും അവൻ്റെ സഹോദരനും എന്ന് പറയാൻ വേണ്ടി ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് അവൻ എന്നുള്ളത് പുറത്തേക്ക് എടുത്ത് പറഞ്ഞു. ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലും അതുപോലെ സംസാരിച്ച് തുടങ്ങുമ്പോഴല്ലാതെ ഈ പറയുന്ന ഡിറ്റാച്ച്ഡ് പ്രൊനൗൺ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് എഴുതി വെക്കുക. സബ്ജക്റ്റ് പ്രൊനൗൺ അറ്റാച്ച്ഡ്, ഡിറ്റാച്ച്ഡ്. അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഫിഅലിൻ്റെ കൂടെ തന്നെ ഉള്ളത്. അപ്പോൾ ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത, ദഹബ്ന. അതിൽ തന്നെ നമ്മൾ പ്രൊനൗൺ അതിൻ്റെ കൂടെ പഠിച്ചു. നമ്മൾ ക്രിയയും പഠിച്ചു, പ്രൊനൗണും പഠിച്ചു. ഞങ്ങൾ പോയി എന്നെങ്ങനെ പറയും? ദഹബ്ന. ഞാൻ പോയി, ദഹബ്തു. അപ്പം ദഹബ, ദഹബ, ദഹബു, ദഹബത്ത്, ദഹബത്ത, ദഹബ്ന, ദഹബ്ത, ദഹബ്തുമ, ദഹബ്തും, ദഹബ്തി, ദഹബ്തുമ, ദഹബ്തുന്ന എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വന്നു കഴിഞ്ഞു പ്രൊനൗൺ. ഇനി ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. നസറ എന്ന വാക്കെടുക്കുക തൽക്കാലം നമുക്ക് സഹായിക്കുക എന്നുള്ളത്. മഫ്ഊലിൻ്റെ ലമീർ ഒബ്ജക്റ്റ് പ്രൊനൗൺ. ഇതും നേരത്തെ പറഞ്ഞതുപോലെ മുൻഫസിലായിട്ടും വരും, അതുപോലെ തന്നെ ചേർന്നുകൊണ്ടും വരും. അപ്പോൾ നസറഹു അവനെ സഹായിച്ചു. അപ്പോൾ നമ്മൾ നസറയിലെ മാറ്റം വരില്ല. സഹായിച്ചു, ആര് സഹായിച്ചു എന്നല്ല നമ്മളൊരു മാറ്റം വരുത്തതിൽ ആരാന്ന് പറയുന്നുമില്ല. ആരെ സഹായിച്ചു എന്ന് മാത്രം നമ്മൾ പറയുന്നത്. നസറഹു, നസറഹുമ, നസറഹും, നസറഹ, നസറഹുമ, നസറഹുന്ന, നസറക, നസറകുമ, നസറക്കും, നസറക്കി, നസറകുമ, നസറക്കുന്ന, നസറനി, നസറന. അവനെ സഹായിച്ചു, അവസാനം എന്നെ സഹായിച്ചു, ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ ആരെ സഹായിച്ചു എന്നത് ഈ വാക്കിൻ്റെ അവസാനത്തിൽ ഹു, ഹുമ ഒക്കെ മാറുമ്പോൾ മാറി വരുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മളൊന്ന് പരിശീലിക്കണം. ആ സ്ത്രീകൾ എന്നെ സഹായിച്ചു എന്നെങ്ങനെ പറയും? നസർന നീ. ഞങ്ങൾ അവരെ സഹായിച്ചു എങ്ങനെ പറയും? നസർന ഹും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഡിറ്റാച്ച്ഡ് വേർഷൻ ഉണ്ട്. ഈ ഒബ്ജക്റ്റ് പ്രൊനൗൺ. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ സാധാരണ കർമ്മങ്ങൾ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. ഗ്രാമറിൻ്റെ ഭാഷയിൽ കർമ്മം എന്ന് പറഞ്ഞാൽ മഫ്ഊൽ എന്നർത്ഥം. ഒബ്ജക്റ്റ്, ഞാൻ അവനെ കണ്ടു, ഞാൻ പുസ്തകം വായിച്ചു, പുസ്തകം, അവനെ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ആരെ നമ്മൾ കണ്ടു, ആരെ സഹായിച്ചു, ഇത് അറിയാനാണ് ഒബ്ജക്റ്റ് പ്രൊനൗൺ. ഇത് വാക്കിൻ്റെ അവസാനത്തിലുണ്ട്. റഅയ്തുഹു, റഅയ്തുഹുമ, റഅയ്തുഹും, റഅയ്തുഹ. ഞാൻ അവരെ കണ്ടു, അവളെ കണ്ടു, ആ സ്ത്രീകളെ കണ്ടു, ആ പുരുഷന്മാരെ കണ്ടു, ഞാൻ നിന്നെ കണ്ടു. അവസാനത്തത് മാറുമ്പോൾ ഈ അർത്ഥം കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിറ്റാച്ച്ഡ് വേർഷൻ വളരെ റെയറാണ്. വളരെ റെയർ എന്നപ്പോൾ ഇയ്യാക നഅ്ബുദു,
നഅ്ബുദുക ഞങ്ങൾ നിന്നെ ആരാധിക്കുന്ന അർത്ഥം കിട്ടും. അപ്പോൾ ഇയ്യാക എന്നുള്ളത് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് അതിനെ ആദ്യത്തേതിലാക്കി? സ്ട്രെസ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇയ്യാക എന്നുള്ളത് പ്രത്യേകമാക്കിയിട്ട് അതിനെ ആദ്യത്തിൽ പറഞ്ഞത്. നഅ്ബുദുക ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നർത്ഥം. നദ്ഉക ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. ഇനി വേറൊരാൾ നമ്മൾ പറയാണ് റഅയ്തുക ഞാൻ നിന്നെ കണ്ടു. ഇയ്യാക വബ്നക നിന്നെയും നിൻ്റെ മകനെയും. അപ്പം നിന്നെയും നിൻ്റെ മകനെയും എന്ന് പറയാൻ വേണ്ടി നമ്മളതിനെ ഒന്ന് സെപ്പറേറ്റ് ഇട്ടിട്ട് ഒന്നും കൂടെ വെച്ചു. ഇനിയിപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്നെ തന്നെയാണോ കണ്ടത്? റഅയ്തുക ഇയ്യാക, അതെ ഞാൻ നിന്നെ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഒന്ന് ഊന്നൽ കൊടുക്കാൻ വേണ്ടി അതുപോലെ വേറൊരു നാമത്തെയും കൂടെ ചേർക്കാൻ വേണ്ടിയാണ് നമുക്കിതിനെ ഡിറ്റാച്ച് ആക്കേണ്ടി വരുന്നുള്ളൂ. ഇപ്പോൾ ഹുവ അല്ലെങ്കിൽ ഇയ്യാഹു നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. നമുക്ക് നസറ എന്നതിൻ്റെ ഉള്ളിൽ സബ്ജക്റ്റ് പ്രൊനൗൺ ഉണ്ട്. നസറഹുമ എന്നതിൽ ഒബ്ജക്റ്റ് പ്രൊനൗൺ ഉണ്ട്. നമുക്കിതിനെ വേറെ ആക്കേണ്ടി വരുന്നില്ല, സ്ട്രെസ് ചെയ്യാനും വേറെ വാക്കുകൾ ചേർക്കാനൊക്കെ അല്ലാതെ. അപ്പം ചുരുക്കത്തിൽ ഏതാനും സെക്കൻഡുകൾ വരുന്ന ഈ 2 ലിസ്റ്റ് തസ്ബീഹ് ചെല്ലുന്നത് പോലെ പറഞ്ഞ് പഠിച്ചാൽ തന്നെ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ട പ്രൊനൗൺ ആയി കഴിഞ്ഞു. ക്രിയയോടൊപ്പം ചേർത്ത് വരുന്ന പ്രൊനൗൺ. നസറ നസറു നസറത്ത് നസറത്ത നസർന എന്ന് പഠിക്കുമ്പോൾ സബ്ജക്റ്റ് പ്രൊനൗൺ പഠിച്ചു. അവൻ വന്നു, അവൾ വന്നു നമ്മളങ്ങനെ പറയാൻ പഠിച്ചു. നസറഹുമ നസറഹും നസറഹുമ നസറഹുന്ന. ഇതൊന്ന് തസ്ബീഹ് ചെല്ലുന്നത് പോലെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവരെ സഹായിച്ചു, അവരെ കണ്ടു, ഒബ്ജക്റ്റ് പ്രൊനൗൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് രണ്ടും ചേർത്തുകൊണ്ട് പറയാൻ പഠിക്കണം. അവർ കുറേ ആളുകൾ ഞങ്ങളെ സഹായിച്ചു എന്നെങ്ങനെ പറയും? നസറൂന. അവർ എന്നുള്ളത് ആദ്യമായിട്ട് നസറുവായി, കൊണ്ടുവച്ചു, ഞങ്ങളേന്നായി. അവർ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ അവരെ സഹായിച്ചു എന്നെങ്ങനെ പറയും? നസർനാഹും. അപ്പോൾ ഇതിൽ വളരെ സുദീർഘമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഉണ്ടാകും. തിരിച്ചും മറിച്ചും പ്രൊനൗണുകൾ ഉപയോഗിക്കാൻ പഠിക്കണം. നിങ്ങളെല്ലാവരും അതിൽ ഇൻഷാല്ലാ ഫുൾ മാർക്ക് വാങ്ങണം. പിന്നെ ഈ ഡിറ്റാച്ച്ഡ് പ്രൊനൗൺ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതും അൻതും അൻതി അൻതും അൻതുന്ന അന നഹ്നു, ഇപ്പുറത്ത് ഇയാഹു ഇയാഹുമ, ഇത് വളരെ റെയറായിട്ട് ഉപയോഗിക്കൽ. നമുക്ക് എപ്പോഴെങ്കിലും ഓവർ സ്ട്രെസ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വേറെ നാമം പറയേണ്ടി വന്നു, പ്രൊനൗണും നൗണും കൂടെ ചേർക്കേണ്ടി വന്നു. അവനെയും സുബൈറിനെയും ഞാൻ കണ്ടു. റഅയ്തുഹു ഇയാഹു വ സുബൈറ, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങളത് ജീവിതകാലത്ത് ഉപയോഗിച്ചില്ലെങ്കിലും സാരില്ല. ഇത് പഠിച്ചു വെക്കുക. ഈ 2 നസറ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ പഠിക്കുമ്പോൾ പൂർത്തിയായിട്ട് പഠിക്കണമല്ലോ, ഉപയോഗം വന്നാലും ഇല്ലെങ്കിലും. എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഹുവ ഹുമാഹും ഹി എന്നതിൻ്റെയും കൂടെ നോട്ട് ചെയ്ത് പറയാൻ പഠിക്കാം. ഇതെല്ലാം ചേർത്ത് 50 ചോദ്യങ്ങളുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാകും. ഇൻഷാല്ലാ നിങ്ങളതിൽ പൂർണ്ണമായിട്ട് 100ൽ 100 മാർക്ക് വാങ്ങണം. പിന്നെ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഇടയ്ക്കൊന്ന് മറന്നു പോയാലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്കതിൽ തെറ്റ് തിരുത്തി ക്ലിയറാക്കാൻ പറ്റും. ശുക്രൻ, ജസാക്കുമുല്ലാ ഖൈറൻ. അസ്സലാമു അലൈക്കും.